നമസ്കാരം. മൈൻഡ് വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മുരളി മോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് പവർ ട്രെയിനർ. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹം കാണിക്കണോ അതോ മനസ്സിൽ വെച്ചേക്കണോ? ഇപ്പൊ പൊതുവെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാറില്ല, എന്നാൽ രണ്ടുപേർക്കും മനസ്സിൽ സ്നേഹം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ദാമ്പത്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒരു 50% ഡൈവേഴ്സിലേക്ക് പോകുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം. കുറെ എണ്ണം ആത്മഹത്യയിലും കൊലപാതകത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് വളരെ കുറച്ച്. കുറെ പേര് ശത്രുക്കളായിട്ട് തന്നെ ഒരു വീട്ടിൽ തന്നെ കഴിയും. കാരണം മക്കളെ ഓർത്തിട്ട്, നാട്ടുകാരെ ഓർത്ത് ബന്ധം പിരിയുന്നില്ല എന്നേ ഉള്ളൂ. അവർ യഥാർത്ഥത്തിൽ എനിമീസാണ്. അവർക്കൊക്കെ വേറെ കോണ്ടാക്റ്റുകൾ പുറത്ത് കാണുകയും ചെയ്യും, ഫ്രണ്ട്ഷിപ്പൊക്കെ കാണുകയും ചെയ്യും. ഒട്ടും നല്ല ദാമ്പത്യമല്ല, പക്ഷെ അങ്ങ് ജീവിച്ചു പോകും. സമൂഹം നോക്കുമ്പോൾ അവർ ദമ്പതിമാർ തന്നെയാണ്, പക്ഷെ ഉള്ളുകൊണ്ട് ഒട്ടും അടുപ്പമില്ല. വളരെ വിരലെണ്ണാവുന്നവർ മാത്രമാണ് നല്ല ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചു പോകുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ദാമ്പത്യം ഉണ്ടാകുന്നതിന്റെ കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ചർച്ചാ വിഷയം. അതായത്, സ്നേഹം പ്രകടിപ്പിക്കണോ അതോ മനസ്സിൽ വെച്ചേക്കണോ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കാത്തത്? പല കാരണങ്ങളാണ്. ഒന്ന്, സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വില പോവും, ഒത്തിരി സ്നേഹം കാണിക്കണ്ട, ഇച്ചിരി വെയിറ്റ് ഇട്ട് നിൽക്കാമെന്ന് ആദ്യം ഭർത്താവ് വിചാരിക്കുന്നു. അപ്പോൾ ഭാര്യയും വിചാരിക്കും, എന്നോട് സ്നേഹം കാണിക്കുന്നില്ല, പിന്നെ ഞാനെന്തിനാ കാണിക്കുന്നത്? അപ്പോൾ രണ്ടുപേരും അങ്ങനെ സ്നേഹം ചില കാണിക്കാതിരിക്കും. ചിലപ്പോൾ ഈ ബന്ധുക്കളെ കാണിക്കാനായിട്ട്. അപ്പം ഭർത്താവ് പറയും, ഈ ഭർത്താവിൻ്റെ മനസ്സിൽ ചിന്തയെന്ന് പറഞ്ഞാൽ, എൻ്റെ ബന്ധുക്കളൊക്കെ ഞാൻ ഇവളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവളുടെ കൺട്രോളിലായിപ്പോയി, അല്ലെ അമിതമായിട്ട് പുതിയ ആൾ വന്ന പെണ്ണോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നു, ഞങ്ങളോടൊക്കെയുള്ള സ്നേഹം കുറയുമെന്ന് അവർക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ അവർ ഈ ഒരുപാട് സ്നേഹം കാണിക്കുന്ന ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനായിട്ട്, ബന്ധുക്കളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ സ്നേഹം കുറച്ച് കാണിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സ്നേഹം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹം കുറവ് കാണിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനം. ഭാര്യ ഭർത്താവിനോടും കാണിക്കും സ്നേഹക്കുറവ് കാണിക്കും, ഭർത്താവ് ഭാര്യയോട് സ്നേഹക്കുറവ് കാണിക്കും. ഈ സ്നേഹക്കുറവ് കാണിക്കുന്നത് എങ്ങനെ? കുറ്റം പറയുക, വഴക്ക് പറയുക, ദേഷ്യപ്പെടുക, അവർ പറയുന്നതിന് വില കൊടുക്കാതിരിക്കുക, അവരെ പുച്ഛമായിട്ട് കാണുക, അവർക്ക് യാതൊരു വിലയില്ലാതെ. അത് പാർട്ട്ണറെ മാത്രമല്ല, ഭാര്യയായാലും ഭർത്താവിനെയായാലും അവരുടെ ബന്ധുക്കളെയും വില കുറച്ച് കാണുകയും അവരുടെ കുറ്റങ്ങളോ മോശത്തരങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു പറയുകയും ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് മറ്റേയാളുടെ ഉപബോധ മനസ്സിലാണ് പതിയുന്നത്, ഇത്തരം പെരുമാറ്റങ്ങൾ. ഇപ്പൊ ഭർത്താവ് ഭാര്യയോടൊരു മോശമായ സംസാരം ഉണ്ടാവുമ്പോഴേ, നിന്നെ വിവാഹം കഴിച്ചത് അബദ്ധമായിപ്പോയി, അല്ലെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിനക്ക് ഒത്തിരി സ്റ്റാൻഡേർഡ് ഇല്ല, നിനക്ക് ബുദ്ധിയില്ല. അതുപോലെ ഭാര്യ പറയുന്നു ഭർത്താവിനോട്, നിങ്ങൾക്ക് ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ല, നിങ്ങൾക്ക് കഴിവില്ല. ഇത്തരം നെഗറ്റീവ് വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാൻ വേണ്ടി പറയുമ്പോൾ മറ്റേ ആളിൻ്റെ ഉപബോധ മനസ്സിൽ അത് റെക്കോർഡ് ചെയ്യുകയാണ്. അത് ചിലപ്പോൾ 10, 20, 30, 40, 50 വർഷം അവിടെ കിടക്കും. അതവിടെ കിടന്നിട്ട് തിരിച്ച് വെറുപ്പാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരം സ്നേഹക്കുറവ്, മനസ്സിൽ സ്നേഹം വെച്ചുകൊണ്ട് പുറമെ ചില ഈഗോ പ്രശ്നങ്ങൾ കാരണം സ്നേഹക്കുറവ് കാണിക്കുകയും അതനുസരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റേ ആളിൻ്റെ വെറുപ്പ് ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെറുപ്പ് കൂടി 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 അകൽച്ച ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ അതിനുള്ള പരിഹാരം എന്താണ്? സ്നേഹം പ്രകടിപ്പിക്കുക. അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചാൽ എന്താ ഗുണം? സ്നേഹം കിട്ടിയാൽ എന്താ ഗുണം? നമ്മുടെ വയറിന് ആഹാരം പോലെ മനസ്സിന് വേണ്ട ഏറ്റവും അത്യാവശ്യം ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. മനസ്സ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ സ്നേഹം കിട്ടിയേ പറ്റൂ. അത് എവിടുന്നെങ്കിലും സ്നേഹം കിട്ടണം. ഇത് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് മറ്റ് സുഹൃത്ത് ബന്ധങ്ങളിലോട്ട് സ്നേഹത്തിന് വേണ്ടി ഉള്ള വഴികൾ തേടുന്നത്. അത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോവുകയും പിന്നെ അതിനേക്കാൾ വലിയ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ബന്ധം തകർന്നു പോവുകയും ചെയ്യും. അപ്പൊ എല്ലാ മനുഷ്യ മനസ്സിനും സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം അതിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആവണം, അദ്ദേഹത്തിന് രാവിലെ ഓഫീസിൽ പോയി അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണം, കൃത്യമായിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭാര്യയുടെ സ്നേഹം കിട്ടണം, മക്കളുടെ സ്നേഹം കിട്ടണം, കുടുംബത്തിനുള്ള സ്നേഹം കിട്ടണം. നല്ല അധ്യാപകനാവണമെങ്കിലും നല്ല പോലീസ് ഓഫീസർ ആവണമെങ്കിലും ഒക്കെ, ടീച്ചർ ആവണമെങ്കിലും ഒക്കെ സ്നേഹം കിട്ടിയേ പറ്റും. ഈ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഇത് മറ്റേ ആൾക്ക് ഫീൽ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭാര്യ ഭർത്തൃ ബന്ധം നല്ലതുപോലെ പോകണം. അത് ഡൈവേഴ്സിലേക്കൊന്നും പോകരുത്. ഡൈവേഴ്സിലേക്ക് പോകുന്നത് ഏത് രീതിയിലും തടയണം. കാരണം ഒരു ഡൈവേഴ്സ് ഉണ്ടാവുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാത്രം ജീവിതം അല്ല തകരുന്നത്. അവരെ കാത്തിരിക്കുന്ന ബന്ധുക്കൾ, അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന അച്ഛൻ, അമ്മ, ഇവരൊക്കെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ അറ്റാക്ക് വന്ന് മരിക്കും, ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാവും. അപ്പോൾ ഏത് രീതിയിലും നമുക്കൊരു ദാമ്പത്യ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭാര്യയും ഭർത്താവും ഒരുപോലെ ശ്രമിക്കണം. അതിനൊറ്റ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പരസ്പര സ്നേഹം കൊടുക്കണം. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പരസ്പര സ്നേഹം കൊടുക്കണമെങ്കിൽ അതനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ മനഃപൂർവ്വം തന്നെ. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നല്ല സംസാരം, പോസിറ്റീവ് സ്റ്റോക്സ്, അപ്രീസിയേഷൻസ് കൊടുക്കണം. അത് സ്നേഹത്തിന്റെ ലക്ഷണമാണ്. പുകഴ്ത്തി പറയുക. അതുപോലെ അവരുടെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കുക, തെറ്റുകളൊക്കെ അങ്ങ് ക്ഷമിക്കുക. അതുപോലെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക,
അവർക്ക് കെയർ കൊടുക്കുക, ഇതെല്ലാം സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. കുറ്റം പറയുന്നതും വഴക്ക് പറയുന്നതും സ്നേഹക്കുറവ് കാണിക്കുകയാണ്, മറ്റേക്ക് സ്നേഹക്കുറവ് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും ദാമ്പത്യത്തിൽ ദേഷ്യപ്പെടുക, കുറ്റം പറയുക, മുഖം കറുത്ത് സംസാരിക്കുക, ഇങ്ങനെയുള്ള പരിപാടി എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അച്ഛനും അമ്മയും മക്കൾക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ മകനാണെങ്കിൽ വരനാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും കൊടുക്കേണ്ട നിർദ്ദേശം ഇതാണ്: നീ ഭാര്യയോട് മുഖം കറുത്തോ ദേഷ്യപ്പെട്ടോ കുറ്റപ്പെടുത്തിയോ സംസാരിക്കരുത്, കാരണം അത് നിന്റെ ബന്ധമാണ്. ഇതുപോലെ പെൺകുട്ടിക്ക് അവരുടെ അച്ഛനും അമ്മയും കൊടുക്കേണ്ട നിർദ്ദേശം ഇതാണ്. ഈ ഒരു കാര്യം പാലിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റിയിലും സ്നേഹം, ഒരു സമയത്ത് സ്നേഹക്കുറവ് കാണിച്ചിട്ട് പിന്നീട് സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ ആക്ടിവിറ്റിയിലും പാർട്ട്ണറോട് സ്നേഹം പ്രകടിപ്പിക്കണം, സ്നേഹക്കുറവോട്ട് കാണിക്കാനും പാടില്ല. അങ്ങനെയാവുമ്പോൾ സ്വന്തം ജീവിതവും അതുപോലെ നമ്മുടെ അച്ഛൻ അമ്മ നമ്മളെ കാത്തിരിക്കുന്ന ആളുകളുടെ ജീവിതവും ഒക്കെ വളരെ വിജയത്തിലേക്ക് വരികയും ചെയ്യും, നല്ലൊരു ദാമ്പത്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നല്ല ഹാപ്പി മാരീഡ് ലൈഫ് എന്നുള്ള എപ്പിസോഡിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദാമ്പത്യം ബാധിക്കുന്നത്. അതായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.